നമസ്കാരം. കാലാവസ്ഥ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. മഴയാണെങ്കിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. ഇനി വേനലാണെങ്കിലോ കൊടും ചൂടും സൂര്യതാപവും ഒക്കെ. കാലാവസ്ഥ ഏതായാലും മനുഷ്യർ ദുരിതമനുഭവിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏത് കാലാവസ്ഥയെയും മലയാളിയെയും പ്രവാസിയെയും എല്ലാം ഒരുപോലെ ബാധിക്കുന്നുണ്ടെന്ന് പറയണം. UAE-യിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ദേശീയ കാലാവസ്ഥാ കേന്ദ്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ മഴയുടെ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അബുദാബിയിലെ ഗത്തൂത്ത്, അൽ സ്മീഹ് എന്നിവയുൾപ്പെടെ ഒട്ടേറെ പ്രദേശങ്ങളിലും ദൽമ ദ്വീപിലും റാസൽ ഖൈമയിലെ ഗലീല, ഷാം, അൽ റാംസ്, അൽ ഹല, അൽ ഗൈൽ തുടങ്ങിയ സ്ഥലങ്ങളിലും പുലർച്ചെ മഴ രേഖപ്പെടുത്തിയിരുന്നു. ദുബായിൽ ദൈറ, അൽ അവീർ, പാം ജുമൈറ, ഷാർജ, അജ്മാൻ, ഉമ്മൽ ഖുവൈൻ, അൽ ദഫ്ര മേഖല എന്നിവിടങ്ങളിലും നേരിയതോ മിതമായതോ ആയ മഴ പെയ്തിരുന്നു. കാലാവസ്ഥ പ്രസന്നമോ അല്ലെങ്കിൽ ഭാഗികമായി മേഘാവൃതമോ ആയിരിക്കുമെന്നും പ്രത്യേകിച്ച് തീരദേശ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ മേഘാവൃതമായിരിക്കുമെന്നും ചില സമയങ്ങളിൽ കൂടുതൽ മഴയുണ്ടാകുമെന്നും റിപ്പോർട്ടിലുണ്ട്. താപനിലയുടെ കാര്യത്തിൽ ഉൾപ്രദേശങ്ങളിലെ പരമാവധി താപനില 32 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നും തീരപ്രദേശങ്ങളിലാണെങ്കിൽ 28 മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും പറയുന്നുണ്ട്. ഇനി പർവ്വതങ്ങളിൽ താപനില 25 മുതൽ 29 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും സാധ്യതയുണ്ട്. കാറ്റ് നേരിയതോ മിതമായതോ രീതിയിലായിരിക്കും. പകൽ സമയത്ത് പൊടിക്കാറ്റ് വീശുകയും ചെയ്യും. പ്രത്യേകിച്ച് തെക്ക് കിഴക്ക് മുതൽ വടക്ക് കിഴക്ക് വരെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അറേബ്യൻ ഗൾഫിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കും. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലുണ്ടായ മഴ UAE അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. UAE-യിൽ പെയ്ത കനത്ത മഴയിലും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മലയാളികളടക്കം ആയിരക്കണക്കിന് ആളുകൾ ദുരിതത്തിലായിരുന്നു. 75 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് അന്ന് 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് പെയ്തത്. അബുദാബി അൽ ഐൻ മേഖലയിൽ മാത്രം ഒറ്റ ദിവസം കൊണ്ട് 254.8 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. അതിശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും മിന്നലും കൂടി ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കിയിരുന്നു. 7 എമിറേറ്റുകളും വെള്ളത്തിൽ മുങ്ങി. കോടികളുടെ നാശനഷ്ടമാണ് അന്ന് കണക്കാക്കപ്പെട്ടത്. വീടുകളിലും വാഹനങ്ങളിലും വെള്ളം കയറി പലർക്കും വിലപ്പെട്ട രേഖകൾ ഉൾപ്പെടെ പലതും നഷ്ടമായിരുന്നു. ഒട്ടേറെ പേരാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും കുടുങ്ങിപ്പോയത്. അന്നത്തെ മോശം കാലാവസ്ഥ ഗതാഗതത്തെ മുഴുവൻ താറുമാറാക്കി. വിമാന, ബസ്, ജലഗതാഗത സേവനങ്ങളെല്ലാം തടസ്സപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് വിമാന സർവീസുകൾ. റൺവേകളിൽ വെള്ളം കയറിയതോടെ ഒട്ടുമിക്ക വിമാന സർവീസുകളും വൈകുകയോ റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നു. UAE-യിൽ എമ്പാടും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചതോടെ ഏതാണ്ട് 50 വിമാന സർവീസുകൾക്കാണ് തടസ്സം നേരിട്ടത്. UAE-യിൽ വർഷത്തിൽ ശരാശരി 100 മില്ലിമീറ്ററിൽ താഴെയാണ് മഴ ലഭിക്കാറുള്ളത്. ദുരന്ത നിവാരണ സേനയുടെയും അതത് എമിറേറ്റുകളിലെ നഗരസഭകളുടെയും കഠിന പരിശ്രമത്തിലാണ് പ്രധാന സ്ഥലങ്ങളിലെ വെള്ളക്കെട്ടെല്ലാം നീക്കം ചെയ്തത്. വിവിധ ആഘോഷ പരിപാടികൾ റദ്ദാക്കിയിരുന്നു. പ്രകൃതി കലിതുള്ളി നിൽക്കുകയാണ്. മഴയെന്ന് കേൾക്കുമ്പോൾ കുളിരുകോരുന്ന കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കരുതിയിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ പ്രകൃതി വലിയ അപകടങ്ങളിൽ നമ്മെ കൊണ്ടെത്തിച്ചേക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.